അവർക്കതറിയാം. അവർ മുന്തബിക്കാണ്, റൂഹിൽ മുന്തബിക്കാണ്. അർവാഹും എന്താണ് കൽ മിർആത്തി, കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയിൽ ഒന്നുമില്ല, അത് മുഴുവനും അള്ളാഹുവിൽ ലയിച്ച കണ്ണാടിയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ലോകത്തെ രഹസ്യങ്ങൾ ഇതിൽ മുന്തബിക്കാവും. അവരുടെ ലക്ഷ്യം ആരാണ്? അള്ളാഹ് മാത്രം. വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല, വേറെ ഒരു ലക്ഷ്യവും അവർക്കില്ല, ഒന്നും അവർക്ക് ഇല്ല. മനസ്സിലായില്ല? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. 3 പ്രാവശ്യം ജയിക്കും ചെയ്തു. മാഷാ അല്ലാഹ്. ജയിച്ചു പോയി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതൊക്കെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. അവർക്കൊന്നും നടക്കത്തില്ല. അതത് നേരെ അങ്ങോട്ട് അത് അവരുടെ ആ മിർആത്തിലേക്ക്, അതുകൊണ്ട് ആ കൽബിലേക്ക് വരും. അതിൽ അർവാഹിന്റെ വാസിത്തയാണ്. കാരണം അത്രയും ശുദ്ധമായ മനസ്സാണ് അവരുടേത്. അത് നേരെ അവിടെയുള്ള ഇവിടെ പതിയും. അപ്പോൾ അവർ ഈ ജീവികളെ സംസാരങ്ങളൊക്കെ കേൾക്കും. ഞാൻ ചില ഉദാഹരണങ്ങൾ നാളെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വിദൂരമായ കാര്യമല്ല. ഇന്ന് മനുഷ്യൻ അതിൽ വഞ്ചിതരാണ്. കാരണം മനുഷ്യൻ ഇന്ന് അഖലിന്റെ സിജ്നില്, മനുഷ്യൻ അഖലിന്റെ സിജ്നില്ല. അവൻ അള്ളാഹുവിനെ തൊട്ട് ഗാഫിലുമാണ്. നമുക്കാകെ ഈ ലാഹിരി അമലേ ഉള്ളൂ. അള്ളാഹുവിനെ തൊട്ട് ഗാഫില. അള്ളാഹുവിനെ തൊട്ട് ഗാഫിലാകുമ്പോൾ അവന്റെ കൽബിലേക്ക് അത് മിർആത്തായി നിൽക്കൂല, അത് കണ്ണാടിയായി നിൽക്കൂല. അവൻ ഈ ശബ്ദം കേൾക്കൂല. ഇപ്പൊ ചരകസൂത്രത്തിൽ ചരക മഹർഷി പറയുന്നു, കേൾക്കി, ചരകൻ അള്ളാഹുവിന്റെ വലിയാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്താ ചരക? ആയുർവേദത്തിന്റെ അടിസ്ഥാനം ചരകസൂത്രം. എന്താ ചരകൻ പറയുന്നത്? ചരകൻ മഹർഷി പറയുന്നത്, ഓരോ ചെടിയുടെ അടുത്ത് പോയപ്പോഴും ചെടി എന്നോട് പറഞ്ഞു, എന്നെ ദൈവം നിശ്ചയിച്ച ഔഷധം ഇന്നതാണ്. അതങ്ങനെ എഴുതിച്ചു. അതാണ് ചരകസൂത്രം. അതാണ് ആയുർവേദത്തിന് അടിസ്ഥാനം. മനസ്സിലായില്ല? അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയാകാനാണ് ആര് സാധ്യത? ചരക മഹർഷി വലിയാകാൻ സാധ്യതയാണ്. അവരൊക്കെ മുവഹ്ഹിദീങ്ങളും റിസാലത്ത് അംഗീകരിച്ചവരും ആയിരിക്കും. ഏതൊക്കെയാണ് അവരെ കാലക്കാർ നമുക്ക് അറിയൂല. ഏതായാലും ചരകസൂത്രം ആയുർവേദമാണ് അടിസ്ഥാനം. ഇത് വിലായത്തില്ലാത്തവരൊക്കെ പറയാൻ കഴിയില്ല. ഇതുകൊണ്ട് കോടാനക്കോടി മനുഷ്യർക്ക് ഉപകരിച്ചു. എന്തേ? മരുന്ന് അവരോട് പറഞ്ഞു, ചെടി പറഞ്ഞു, ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അത് ഇന്ന കാര്യത്തിന് ഔഷധമായിരിക്കും. അതാണ് ചരകസൂത്രം. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് ആ ചെടി സംസാരിക്കാൻ അവരോട് ചെടി പറയാണ്. ചെടി എന്നോട് പറഞ്ഞു. ഇങ്ങനത്തെ വേറെയും കുറേ ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അവർ മരുന്ന് കൊടുക്കും, ആ മരുന്നിനെ പറ്റി ചെടി പറയും, ഞാൻ ഇന്നതാണ്, അത് ഉപയോഗിച്ചാൽ ആ മരുന്നായിരിക്കും. എത്രയോ ചരിത്രത്തിൽ ആ ചെടി സംസാരിക്കും. സംസാരിക്കാത്ത ഒന്നുമില്ല ഓരോന്നും. അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്ര കഴിവുണ്ടെന്ന് മനുഷ്യൻ എങ്ങനെ അറിയുന്നത്? അപ്പൊ കല്ലിന് ഇന്നാലിനൊക്കെ ചില ഉദാഹരണം കൽമന്ധത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അത് വളരെ എനർജറ്റിക്കായ സാധനമാണ്. എന്ത് കൽമന്ധം? ഭയങ്കര ശക്തിയുള്ള സാധനമാണ്. ഇതൊക്കെ ആരെ പറഞ്ഞു മനുഷ്യനോട്? അങ്ങനെ എന്തൊക്കെ ഉണ്ട്. മനുഷ്യന് ഇന്ന് ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അടിസ്ഥാനം ആ വസ്തു തന്നെ ആരിഫ്യങ്ങളായ ആളുകളോട് പറയുന്നത് അത് കേട്ടിട്ടുണ്ടാവും, അതവരുപയോഗപ്പെടുത്തും. അതുകൊണ്ട് എത്രയോ ആളുകൾക്ക് പിൽക്കാലഘട്ടത്തിൽ അപ്പൊ മഖ്സൂനായ ഇൽമ്, ആ മഖ്സൂനായ ഇൽമ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇൻദ അർബാബിൽ കശ്ഫി എന്ന് അന്നൽ അർവാഹ കുല്ലഹാ ഖാദിറത്തുൻ അലാ അൻ തദ്കുറ ജമീഅ അൽഫാദിൽ കൗനി ഫീ കലിമത്തിൻ വാഹിദ ഫതകൂന തതകല്ലമു ഫിൽ കലിമത്തിൽ വാഹിദ ബിഉമൂരിൻ കസീരിൻ മുതബായിന. പലതരം വിജ്ഞാനങ്ങൾ, പലതരം വാക്കുകൾ ഒരേ സമയത്ത് പറയാൻ പലതിനും കഴിയും എന്ന്. ഇതെല്ലാം ഏത് കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യുൻകിറുഹു ഇല്ലാ ലാഹിരിൻ ജാമിദുൻ അലാ ലാഹിരിഹി വലൈസ യുൻകിറു ഹാദാ ഇല്ലാ മൻ അൻകറ ഖുദ്റത്തല്ലാഹി ഫിൽ ഉമൂരിൽ ഖാരിഖത്തിൽ ആദാ. സാധാരണത്തിനപ്പുറം കാര്യങ്ങളൊന്നും നടക്കൂല എന്ന് വിചാരിക്കുന്നവരല്ലാതെ ഇതൊന്നും നിഷേധിക്കുകയില്ല. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എന്ത് തസ്ബീഹുൽ ഹസ്വാ, ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി മുസ്തഫ നബിന്റെ കയ്യിൽ വെച്ച്. വഹനിൽ ജസ്ഇ, ആ ഈത്തപ്പനത്തണ്ട് കരിഞ്ഞു. തസ്ലീമിൽ ഹജരി, കല്ലുകൾ സലാം പറഞ്ഞു. സുജൂദ് ഷജരി, മരങ്ങൾ സുജൂദ് ചെയ്തു. നഹ്വിഹ മിൻ മുഅ്ജിസാതിഹി ദാലിക ഹുവ മിൻ കലാമിഹാ വതസ്ബീഹ ദായിമൻ. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഫൂത്തി റളിയല്ലാഹു അൻഹു ഈ ഇബ്നുൽ മുബാറക് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കാണ്. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിന്റെ മഹാന്മാരിൽ പെട്ട മഹാനാണ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. അതായത് കയ്യിലിട്ട് റസൂലുള്ള തസ്ബീഹ് ചെല്ലുന്നത് റസൂലുള്ളാഹിന്റെ കയ്യിൽ കിടന്ന് കല്ല് തസ്ബീഹ് ചെല്ലുന്നത് സ്വഹാബികൾ കേട്ടു. സുജൂദ് ചെയ്യുന്നത് സ്വഹാബികൾ, മരങ്ങൾ സുജൂദ് ചെയ്യുന്ന സ്വഹാബികൾ കണ്ടു, കേൾക്കി. ഇത്യാദി പലതും ഉണ്ടല്ലോ. ഇത് സാധാരണ അവർ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായില്ല? അപ്പൊ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ആ കരിക്കല്ല് പിടിച്ചപ്പോൾ, ചരൽക്കല്ല് പിടിച്ചപ്പോൾ അതെന്ത് ചെയ്തു? തസ്ബീഹ് ചെല്ലുന്നതായി സ്വഹാബികൾ കേട്ടു. അപ്പോൾ ഇതിനർത്ഥം അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ഇബ്രീസിൽ പറയാണ്, അത് അപ്പോൾ മാത്രമൊന്നും അല്ല, അത് ദായിമൻ എന്തായിരിക്കും? അത് തസ്ബീഹുഹാ ദായിമൻ. പിന്നെ അപ്പൊ അവിടെ നടന്നത് എന്താ? ദായിമൻ തസ്ബീഹാണത്. വഇന്നമാ സഅല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു അൻ യുസീലൽ ഹിജാബ അനിൽ ഹാദിരീന. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവോട് പറഞ്ഞു, ആ ഹിജാബ് ഒന്ന് നീക്കി കൊടുക്ക് റബ്ബേ. ആ ഹിജാബ് ഒന്ന് നീക്കി കൊടുത്തു. അപ്പോൾ കേട്ടു, പിന്നെ ഹിജാബ് ഇട്ടും ചെയ്തു, പിന്നെ കേട്ടതുമില്ല, എന്നൊക്കെ തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ കല്ലുകൾ ദായിമൻ എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹിലുണ്ട്. അന്നും തസ്ബീഹിലുണ്ട്, ഇന്നും. റസൂലുള്ള കൈ പിടിച്ചപ്പോൾ അള്ളാഹിനോട് റസൂലുള്ള എന്ത് പറഞ്ഞു? ഇവർക്ക് ഇതൊന്ന് കേട്ടോട്ടെ പഠിച്ചോനെ. അപ്പൊ എന്തായി? കേട്ടു. പിന്നെ നബി അയച്ചു, ഒരു വർക്കും ചെയ്തു. തസ്ബീഹോ അന്ന് തുടങ്ങിയതുമല്ല, അന്ന് തുടങ്ങിയതല്ല, എന്നുള്ളതാണ് ഈ വസ്തുക്കൾ. തസ്ബീഹ് കല്ല് തസ്ബീഹ് ചെല്ലാത്തൊരു കാലം ഇല്ല. അത് തസ്ബീഹുഹാ ദായിമൻ, ദായിമായ തസ്ബീഹിലാണ് ആര്? കല്ലുകള്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹ് വബിഹംദിഹി ചെല്ലുന്നേൻ. ഫലമ്മാ അഖദഹ നബിയുൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് അത് കയ്യിൽ പിടിച്ചപ്പോൾ അസാലല്ലാഹുൽ ഹിജാബ അനിൽ ഹാദിരീന, അവിടെ സന്നിഹിതരായ ആളുകളുടെ മറ അല്ലാഹ് തൽക്കാലം നീക്കി കൊടുത്തു. അപ്പൊ ഇനി ഈസാ നബി വരികയാണെങ്കിൽ ഈസാ നബി വരികയാണെങ്കിൽ കല്ല് തസ്ബീഹിലുള്ളത് നമ്മൾ ഇനിയും കേട്ടേക്കാം. അവര് കൈ പിടിച്ചു. അപ്പൊ അള്ളാഹിനോട് പറഞ്ഞു, ഒന്ന് നീക്കി കൊടുത്തോളാം. അപ്പൊ അവരെന്ത് ചെയ്യും? കല്ല്, അന്നത്തെ കല്ലും ഇന്നത്തെ കല്ലും എന്ത് ചെയ്യും? തസ്ബീഹിലും നമ്മൾ കേൾക്കൂല. എന്തുകൊണ്ട്? നമുക്ക് എന്തുണ്ട്? എന്തുണ്ട്? ഒരു ഹിജാബ്, ഒരു മറ. അപ്പൊ ഈ മഹാന്റെ ബറക്കത്തുകൊണ്ട് അത് മുസ്തഫ നബിയാവും, അല്ലെങ്കിൽ ഈസാ നബിയാവും, അല്ലെങ്കിൽ അല്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാവും. അവരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു തആല തൽക്കാലം എന്ത് ചെയ്യും? ആ ഹിജാബ് ഒന്ന് നീക്കും. അപ്പൊ ജനങ്ങൾ കേൾക്കും. അത് താഴ്ച്ചാലോ പിന്നെ അവരെന്ത് ചെയ്യും? തസ്ബീഹിലും മനുഷ്യന്മാര് കേൾക്കൂല. അത്രേ ഉള്ളൂ. തസ്ബീഹ് ചെല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അതാരാ? മനുഷ്യൻ. നമ്മൾ തസ്ബീഹ് ചെല്ലാതിരിക്കാനാ വജീഹ് ഉണ്ടാക്കണത്. പഴയ കാലത്തൊക്കെ ദായിമ നോമ്പ് വിൽക്കണോര് ചെല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് ചെല്ലാത്തൊരു നേരം ഉണ്ടാവില്ല. പിൽക്കാലത്ത് വഹാബികൾ വന്നപ്പോൾ ആ ഹദീസ് ലൈഫാണ്. അപ്പൊ പിന്നെ എല്ലാവർക്കും എന്തായി? പിന്നെ ഇങ്ങനെ അടങ്ങാറാണ്ടല്ല. അപ്പൊ അതൊക്കെ നിർത്തി. ആ നേരം കൂടി എന്ത് തുടങ്ങി? മാന്തുക, മരിച്ചോടത്ത് തന്നെ യാസീൻ ഓതിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും ലൈഫ് ഹദീസ് ലൈഫാറും. ആ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പിന്നെ മുഖ്യമന്ത്രിൻ്റെയും പ്രധാനമന്ത്രിൻ്റെയും കാര്യം പറഞ്ഞ് തർക്കിച്ചു. ബാപ്പ മരിച്ച് ചൂടാറിന് മുമ്പ് കസേരമ്മ കുത്തിരുന്നാണ് മകൻ രാഷ്ട്രീയം പറയുന്നത്. ഇതിൻ്റെ ചെവി ഞാൻ കേട്ടിട്ട് കണ്ണുണ്ടി വന്നിട്ടുണ്ട്. അയാൾക്ക് ആ തന്ത കുറച്ച മകനേ ഉള്ളൂ. ഓം മുക്കാൽ വഹാബിയ, ഓൻ്റെ ചങ്ങായിമാരൊക്കെ പക്ക വഹാബിയ, അപ്പം മുക്കാൽ വഹാബിയ. ഓൻ തന്നെ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു, ബാപ്പ മരിച്ചു നിങ്ങൾ അറിഞ്ഞ ഉസ്താദ്. ആയിക്കോട്ടെ. ഓൻ ഇവിടെയും വരും, ഇവിടെ പള്ളിക്കലും വരും, മറ്റേ പള്ളിക്കലും വരും. അപ്പം ഞാൻ ഇപ്പോൾ ചെന്നു. അപ്പം ചൂടാറിയിട്ടില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ അത്രേ ഉണ്ടാവൂ. 2 മണിക്കൂർ അത്രയേ ഉള്ളൂ.
ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവൻ കസേര അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ തന്തക്ക് ഒരേ ഒരു മകനാണ് ഇവൻ രാഷ്ട്രീയം പറഞ്ഞിറക്കിക്കുക. ഓതണ ആരുമില്ല. കാരണം ഇവൻ ആരാണ്? ഒരു വെള്ളിയാഴ്ച മുജാഹിദിൻ്റെ പള്ളി പോയാൽ മറ്റേ വെള്ളിയാഴ്ച പള്ളിയിൽ വിളിച്ചാൽ രാവിലെ UDF. അതുകൊണ്ട് രണ്ടു കൂട്ടരും തൃപ്പതിപ്പെടുത്തണം. കുറ്റം പറയല്ല, ഗുണം പറയല്ല. അന്തത്തിൽ നിന്നും ജീവിച്ചോളി. ഇതിൻ്റെ അടിയിൽ ബലാരും ഉണ്ടാവില്ല. ഇപ്പം എന്തേ പറ്റിയത്? അപ്പൊ ഈ നന്മയൊക്കെ അവസാനിച്ചു, എല്ലാം ആണ് പോയി. അതൊക്കെ ലൈഫ. എന്ത് ലൈഫാണെങ്കിലും ഫലായില്ലായ്മയിൽ പറ്റുന്ന ഹരീസല്ലേ ആയിക്കോട്ടെ. ഷല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേ പറഞ്ഞത്? ഷല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാത്തൊരു ഇലാഹ ഇല്ല എന്ന് ഞാൻ പറയും. മനുഷ്യന്മാരെ അല്ലെങ്കിൽ തന്നെ എനിക്ക് കൂലില്ലേ? ഷല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റമളാൻ അല്ലെങ്കിൽ തന്നെ കൂലില്ലേ? റമളാനിൽ സുന്നത്തിന് പറഞ്ഞ കൂലിയല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് നല്ല കാര്യമല്ലേ? അസ്അലുക്കൽ ജന്ന നല്ല കാര്യമല്ലേ? വഅഊദു ബിക മിനന്നാർ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇവർ ലാഹിറിൻ്റെ ആളുകളാണ്. അവരെ നിഷേധിച്ചു. അവരങ്ങനെ നിഷേധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ ആ ഹിജാബ് അല്ലാഹു തആല ഹാദിരീങ്ങൾക്ക് ഹത്താ യസ്മഉ ദാലിക മിൻഹാ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ജസൂലി തങ്ങൾ പറഞ്ഞു, ഫകുല്ലു ശൈഇൻ യുസബ്ബിഹു ലില്ലാഹ്, ഫകുല്ലു ശൈഇൻ യുസബ്ബിഹു ലില്ലാഹ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചൊല്ലും. സുബ്ഹാനല്ലാഹ് എന്ന് പറയാത്ത ഒന്നുമില്ല. എല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് അവസാനിപ്പിക്കാണ്. ബഹുമാനപ്പെട്ട എന്ന ആയത്തിന്റെ തഫ്സീർ സയ്യിദുനാ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം മലഞ്ചെരുവിലേക്ക് തസ്ബീഹ് എല്ലാം വേണ്ടി പോയി. അപ്പോൾ തവളി തസ്ബീഹുണ്ട്. ആര് കണ്ടു? ദാവൂദ് നബി കണ്ടു. ഒച്ചയും കേട്ടു. അള്ളാഹു നബിയക്കന്മാരല്ലേ, അവർക്ക് തസ്ബീഹ് കേൾപ്പിച്ചു കൊടുക്കുമല്ലോ. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തവളക്ക് പിന്നെ തവളി തസ്ബീഹുണ്ട്. അത് കേട്ടു. ലമ്മസ്തക്തറ സയ്യിദു ദാവൂദ് തസ്ബീഹു ലിറബ്ബി അസ്സ വജല്ല ഫശാഹദ ലിമദ്കുറു യുസബ്ബിഹു തൂല ഉംരിഹി വലാ യഫ്തുറു തുർഫത ഐനി. അപ്പോൾ തവളയേക്കാൾ തസ്ബീഹ് ചെല്ലണമെന്ന് ആർക്ക് തോന്നി? ദാവൂദ് നബിക്ക്. ദാവൂദ് നബി അങ്ങോട്ട് നിർത്താതെ ചെല്ലി തസ്ബീഹ്. കൊല കഴിഞ്ഞപ്പോൾ ഫതറ ദാവൂദ് വലാ യഫ്തുറു തസ്ബീഹ്. തവള തസ്ബീഹിന് ഫുത്തുർ അങ്ങനെയല്ല. തവളക്ക് എന്തില്ല? തളർച്ചനല്ല. അവസാനം ലഫ്ദായിന്റെ മുന്നിൽ ചെറുതായി. ആര്? മെല്ലാണ് ഊരിപ്പോര. അങ്ങനെയുണ്ടല്ലോ ഊരല്. ദാവൂദ് നബി മെല്ലാണ്ട് ഊരിപ്പോന്നു അവിടുന്ന്. കാരണം കുറെ നേരം കഴിഞ്ഞപ്പോൾ തവളനേക്കാൾ ചെല്ലെന്ന് വിചാരിച്ചിട്ട് പെരുഞ്ചെല്ലല്ലേ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? തളർന്നു. ആര്? ദാവൂദ് നബി. തവളയോ ലാ യഫ്തുറു അനി തസ്ബീഹി റബ്ബി അസ്സ വജല്ല യസബ്ബിഹു തൂല ഉംരി. ആയുസ് മുഴുവൻ തസ്ബീഹിലാണ്. എന്ത്? തവള. അങ്ങനെ ചെല്ലും. ദാവൂദ് നബിക്ക് തളർന്നു. നബി തന്നെയാണ്, വലിയ ആളൊക്കെ തന്നെ. പക്ഷെ എന്ത് വരും? തളർച്ച. തവളക്കോ തളർച്ച തന്നെ. അപ്പം മെല്ലെ ഊരിപ്പോന്നണല്ലേ, തടി കിട്ടാൻ കുടുങ്ങി. ആര്? ദാവൂദ് നബി. ഇന്ന സയ്യിദനാ ദാവൂദ് അലൈഹിസ്സലാം ഷാഹദ മിനൽ ലഫ്ദി ഹാലതഹു ഫിൽ വിജഹത്തി ഇലൽ ഹഖ് സുബ്ഹാനഹു വ തആല വ ഹാലത്തുൽ ബാത്തിനി. ബാത്തിനിയായ അവസ്ഥ, തവളയുടെ ബാത്തിനിയായ അവസ്ഥ കാണാനുള്ള തൗഫീഖ് അല്ലാഹു തആല ദാവൂദ് നബിക്ക് കൊടുത്തു. അപ്പോൾ ദാവൂദ് നബി മനസ്സിലാക്കി ഫഇന്ന തസ്ബീഹ ഫീഹാ ദായിം. തവളകളുടെ തസ്ബീഹ് ദായിമാണ്. ലാ ഫുതൂറ ഫീ. എന്തില്ല? പറേ, തളർച്ചയില്ല. ദായിമൻ തസ്ബീഹിലാണ്. ആര്? തവള എന്ന് മനസ്സിലായി. അതെല്ലാ ജീവി അങ്ങനെയാണ്. അത് ഗാഫിലല്ല. ആരെ തൊട്ട്? അപ്പം ഇന്നിപ്പോൾ നമ്മളിവിടെ ആരെ പറഞ്ഞു? നായനെ പറഞ്ഞു. നായ ഗാഫിലല്ല. ആരെ തൊട്ട്? തവള നിസ്സാരപ്പെട്ട കണ്ടാൽ തൊട്ടാൽ അറപ്പുള്ള സാധനമല്ല. അത് ഗാഫിലല്ല. ആരെ തൊട്ട്? ഗാഫിലല്ല, ആരിഫാണ്. അപ്പം തവള ആരിഫ, നായ ആരിഫ, ഉറുമ്പ് ആരിഫ. ഉറുമ്പ് ആരിഫാണ്. ഉറുമ്പ് ആരിഫാണ്. അതെ 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 കാലത്തിലെത്തും. ജനങ്ങളെ നിങ്ങൾ എന്ത്? അതെ അതെ, ഉറുമ്പ്
ഉറുമ്പിൻ്റെ വർത്താനം കേട്ടപ്പോൾ ചിരിച്ചുപോയി. ആര്? സുലൈമാൻ നബി. ലാ യഹ്തിമന്നക്കും സുലൈമാൻ വജുനൂദു. സുലൈമാൻ പട്ടാളം വരുന്നുണ്ട്, അവർ നിങ്ങളെ ചവിട്ടി മെതിക്കും, വേഗം ഉള്ളിൽ പോയിക്കോളി. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ആ ഉറുമ്പിൻ്റെ വാക്ക് കേട്ട് ആര് ചിരിച്ചുപോയി? സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ഒരിക്കൽ ഇതേ സുലൈമാൻ നബിയെ പറ്റി പറയുന്നുണ്ട്. എന്ത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോയി. ആരടുത്ത്? മരുഭൂമിയിൽ പോയി. അപ്പോൾ ഫറആ നംലതൻ ഖാമത്ത് അലാ റിജ്ലൈഹാ. 2 കാലുമ പൊന്തി നിൽക്കുന്നുണ്ട്. ആര്? ഉറുമ്പ്. ഫഖാല യാ റബ്ബി ഇസ്ഖിനി യാ റബ്ബി. പടച്ചോനെ വെള്ളം കൊണ്ടുവരണം. ഇന്നില്ല അസ്ബിറു, എനിക്ക് ഈ ഹാറ് ചലിക്കാൻ കഴിയണില്ലല്ലോ. ഫഖാല സുലൈമാൻ. അപ്പോൾ സുലൈമാൻ പറഞ്ഞു ഇർജിഉ ഇലാ മസാകിനിക്കും, വേഗം മടങ്ങിപ്പോയി. ഫഇന്നക്കും, നിങ്ങൾക്ക് മഴ എപ്പം പെയ്യും, വേഗം മടങ്ങിക്കോളി, നിങ്ങൾ വേർക്കണ്ട. ആര് ദ്വാരുന്നു? ഈ കുഞ്ഞനുറുമ്പ്. മാഅസല്ലാഹി, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിനോട് ജീവിതത്തിൽ ഒരു തെറ്റും ആ സാധനം ചെയ്തിട്ടില്ല, അവൻ വേഗം പോയിക്കോളി. നിങ്ങൾ തമ്മാടികളാണ്, നിങ്ങൾ പഞ്ഞോളി, അതിൻ്റെ മായൻ്റെ വർക്കത്തുണ്ട്. ഇതാണ് സുന്നി വിശ്വാസം. ഇവരെ സുന്നി എന്ന് പറയാം. ഈ ലോകത്തൊന്നും ഓഫിലല്ല, കല്ല് ഓഫിലല്ല. അള്ളാനെ പേടിച്ച് മേലെന്ന് വീണ കല്ലുകളുണ്ട്. അൽ ബഖറ 74. അപ്പോൾ കല്ല് ആരല്ല? പറ. ഗാഫിലല്ല. വന്നജ്മു വശജറു യസ്ജുദാൻ. ചെടികളും മരങ്ങളും പോലും സുജൂദിലല്ലാതെ ഇല്ല. അപ്പോൾ ചെടികളും മരങ്ങളും ഗാഫിലല്ല. വെള്ളം ഗാഫിലല്ല, കല്ല് ഗാഫിലല്ല, ഒന്നും ഗാഫിലല്ല. എന്താണ് ഗാഫിൽ? ഗാഫിൽ ആര് മാത്രം? ബനു ആദം ഗാഫിലാണ്. ഉലൈക കൽ അൻആമി, മൃഗങ്ങളെ കളാതെ പതിച്ചു, അവരല്ലാഹനെ നിഷേധിച്ചു, അവർ കാട്ടിക്കൂട്ടി നടന്നു. ഇതൊക്കെ നിഷേധിക്കും, ഇതൊക്കെ നിഷേധിക്കും, ഇതെല്ലാം പോവും, ഇതൊക്കെ പോവും, ഇതെല്ലാം പോവും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതെല്ലാം പോവും, എല്ലാം പോവും, എല്ലാം പോകുന്ന അടയാളപ്പം കണ്ടത്. പെണ്ണുങ്ങൾ പരിധി വിട്ടു. ഇനി ഒന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത. ലജ്ജയില്ലെങ്കിൽ തോന്നിയതൊക്കെ നടക്കും. മുസ്തഫ നബി എന്നിട്ട് എന്താ പറഞ്ഞേ? ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത. ലജ്ജയില്ലെങ്കിൽ എന്തും നടക്കും. ഇപ്പൊ എന്ത് പോയി? ലജ്ജ പോയി. നീ എന്ത് നടക്കും? നീ ഒതുങ്ങിക്കോ. കാലഘട്ടം ദുഷിച്ചാൽ ഏകാന്തവാസമാണ് നല്ലത്. പിന്നെ മാറിക്കോ, ഞാൻ മുന്നോട്ട് കൊണ്ട, നീ നടക്കൂല. ഇപ്പോൾ തന്നെ മുബ്തദീങ്ങളെ പള്ളി കമ്മിറ്റിയിലൊക്കെ പെണ്ണുങ്ങളുണ്ട്. പ്രബോധനം വാരികയുടെ ഒരു ഫ്രണ്ട് പേജിൽ വലതുകാൽ വെച്ച് എന്ന് പറഞ്ഞ് ഫീച്ചർ ഇറക്കി. മനസ്സിലായില്ല? അതായത് ഒരു പള്ളി കമ്മിറ്റിക്ക് ആരെടുത്തു? പെണ്ണിനെടുത്തപ്പോൾ വലതുകാൽ വെച്ച് ആ പെണ്ണിൻ്റെ ഫോട്ടോ അടക്കം പ്രബോധനം വാരിക പ്രസിദ്ധീകരിച്ചത്. എൻ്റെ ഫയലൊക്കെ കിട്ടും, എൻ്റെ അടുത്തുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആര് പള്ളി കമ്മിറ്റിയിലും വരും? സുന്നിയാളെ പള്ളി കമ്മിറ്റി ഉറപ്പായിട്ട് പെണ്ണുങ്ങൾ വരും. നിങ്ങൾ കുറച്ചാൽ എന്നെ ചീത്തറിഞ്ഞ് നടക്കുന്നേ ഉള്ളൂ. ഒരാൾ ചോദിച്ചത് പിന്നെ എന്താണ്, നിങ്ങൾ 10 കൊല്ലം ജീവിക്കുന്ന എന്താ തെളിവുള്ളത്? ആയിക്കോട്ടെ, ഞാൻ 10 കൊല്ലം ജീവിക്കൂല, ആയിക്കോട്ടെ, നാദ വിട്ടള. നിന്റെ ജീവൻ്റെ കാര്യത്തിലല്ലല്ലോ ഇവിടെ തർക്കം. ഇവിടെ തർക്കം എന്തിലാണ്? സുന്നി പെണ്ണുകൾ പള്ളിയൊക്കെ പോകുന്നുള്ളതാണ്. അപ്പൊ മറുപടി പറഞ്ഞു, ഈമാനുള്ള ഒരു പെണ്ണും പോകില്ല. ഈമാനുള്ള പെണ്ണിനെ പറ്റി ഇവിടെ വർത്താൻ തന്നെ അല്ലല്ലോ, ഇവിടെ സുന്നി പെണ്ണുങ്ങളെ പറ്റില്ല വർത്താൻ. എന്ത് കൗമ! സുന്നി എന്ന് പറഞ്ഞവർക്കൊക്കെ ഈമാണ്ടോ? ആരെപ്പോഴും സുന്നിയൻ്റെ അകത്ത് ഒക്കെ സുന്നിയല്ലേ? ഇതാലും ലജ്ജയില്ലെങ്കിൽ എന്തും നടക്കും. ഇനി ഇവിടെ എന്തും നടക്കും. ഈ ചോദ്യം നീക്കളാം. ഞാൻ എൻ്റെ ശിഷ്യന്മാരോടും മക്കളോടും പറയുന്നു, ഒരാളോട് ഏൽക്കരുത് ഒന്നും. കാരണം ഇനി മനുഷ്യന് ഒന്നും ഉണ്ടാവില്ല. റഹ്മത്തില്ല, അദലില്ല, റഹ്മത്തില്ല, ഹയാ ഇല്ല. എപ്പോഴാ ഖിയാമത്ത് നാൾ വരിക? പെണ്ണുങ്ങൾക്ക് ഹയാ നഷ്ടപ്പെടുക, ഭരണാധികാരികൾക്ക് നീതി നഷ്ടപ്പെടുക, ഭൂമിയിൽ ബർക്കത്ത് നഷ്ടപ്പെടുക. മനസ്സിലായില്ല? ഇത്തരം കാര്യങ്ങൾ വന്നാൽ എന്ത് വരും? ഖിയാമത്ത് നാൾ വരും. പെണ്ണിന് ലജ്ജയില്ലല്ലോ. എന്ത് ലജ്ജയുള്ളത്? പെണ്ണിന് ലജ്ജ നീങ്ങിപ്പോയി. നീതി എന്ന് പറഞ്ഞ നാട്ടിലും ഞങ്ങളെ നീതിമാനെ കണ്ട നിങ്ങൾ എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഈ വേദം നിർത്തിയിട്ട് മൂപ്പര പെരൻ്റെ മുന്നേ പോയിട്ട് 365 ദിവസം സുജൂദ് കിടക്കാം. ഒരു നീതിമാനെ നിങ്ങൾ ഈ ഭൂമിയിൽ കാണിച്ചെന്നാൽ ഞാൻ എൻ്റെ തല ഓൻ്റെ പെരൻ്റെ മുന്നിൽ കുത്തി നിൽക്കും. 360 ആണുങ്ങളുണ്ടെങ്കിൽ കാണിച്ചു. ആണുങ്ങളുണ്ടെങ്കിൽ
ഞാൻ വെല്ലുവിളിക്കണം കേരളക്കാരെ, വെല്ലുവിളിക്കുക. ഒരു നീതിമാനം നിങ്ങൾ കാണിച്ചെന്നാൽ ഞാൻ 365 ദിവസം സുജൂദ് ചെയ്യാം. നിങ്ങളിൻ്റെ കൂടെ അല്ല. അപ്പം നിങ്ങൾ പറയണത് നീതി ഇല്ലേ? നീതി നടപ്പിലാക്കണമെന്നില്ല. അനക്കുണ്ടായിട്ട് എൻ്റെ കാര്യം. എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്താ എൻ്റെ പേര്? സവാദേ. നിനക്ക് നീതി ഉണ്ടായിട്ട് നാട്ടിലെന്താ കാര്യം? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റല്ലല്ലോ, ഇവിടുത്തെ മാനേജ് പ്രസിഡൻ്റല്ലല്ലോ. എനിക്ക് നീതി ഉണ്ടായിട്ട് എന്താ? നീതി ഉണ്ടല്ലേ? നീതി സ്റ്റോറുണ്ട്. ഒരു നേതാവിന് നീതി കാണിച്ചെന്നാൽ അന്ന് ഞാൻ തല കുത്തി നിൽക്കൂടാ. 365 ദിവസം അതിൽ എൻ്റെ സമുദായത്തിന് ആദ്യം നീതി എടുത്തു. നീതി ഉണ്ടാവില്ല. നീതി മാനാരും മനുഷ്യൻ ഞാൻ തന്നെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒപ്പിച്ച് പറയുന്ന പോലെ കണ്ടിട്ടുണ്ട്. എന്തില്ല? നീതി നടപ്പിലാക്കാൻ കഴിയൂലവർക്ക്. ഞാൻ എൻ്റെ ആയുസ് നീതിമാനെ കണ്ടിട്ടില്ല. ഒരു അധികാരമുള്ള വ്യക്തി, ആ വ്യക്തിക്ക് എന്തുണ്ടാകണം? അതല്ല നീതി. അല്ല എൻ്റെ കൈ നീതി എന്താ എൻ്റെ പേര്? ഫാമിലി. എനക്ക് ഇന്ന് നീതിയാണ്. മനസ്സിലായില്ല? ഇപ്പം ഫാമിലി എനിക്ക് ഇന്ന് നീതിയാണ്. ഏതുവരെ നീതിയാവും? പഞ്ചായത്ത് മെമ്പറാവണ വരെ നീതിയാവും. പിന്നെ ഉണ്ടാവില്ല. ഞങ്ങൾ നീതി നടപ്പിലാക്കി, നീതിക്ക് വേണ്ടി നീതി സ്റ്റോർ, നീതി നടപ്പിലാക്കി ഒക്കെ പറഞ്ഞ് നടന്നോളി. അതൊക്കെ പറഞ്ഞോളി. നീതിക്ക് വേണ്ടി എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്റിൽ എന്ത് ചെയ്താ? നീതിക്ക് വേണ്ടി ഫാമിലി നമ്മളെ വാർഡിൽ മത്സരിക്കുന്നു. 6-ാം വാർഡിൽ, 6-ാം വാർഡിൽ, 10-ാം വാർഡിൽ ഫാമിൽ നീതിമാൻ. പഞ്ചായത്തിൻ്റെ വോട്ട് എണ്ണിക്കഴിഞ്ഞ് ജയിച്ച് എല്ലാവരും ചായ പിടിച്ച് പിരിയുന്നവരെ എനിക്ക് എന്തുണ്ടാവും? പിന്നെ ഉണ്ടാവില്ല. നടപ്പിലാക്കാൻ എനിക്ക് കഴിയൂല. നീതിമാനായിട്ടും കാര്യമല്ല, എനിക്കത് കഴിയൂല. അതിൻ്റെ അപ്പുറത്തുനിന്ന് കിട്ടിയാലല്ലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ബോധമുണ്ടായിട്ട് കാര്യമല്ല. നീതി നടപ്പിലാവില്ല. എങ്ങനെ? അങ്ങനെ നിങ്ങൾ കണ്ടോളി. നിങ്ങളിതൊക്കെ കണ്ടോളി. നിങ്ങളൊക്കെ കണ്ട് അന്ന് അവർക്ക് അതിന് ന്യായം ഉണ്ടാവും. ആ ന്യായം അവർ പറയും. ആ ന്യായവും അവർ പറയും. പെണ്ണുങ്ങളെ സുന്നികൾ പള്ളിയാക്കണം കൊണ്ടുപോകും. അപ്പം സുന്നികൾ അതിന് ന്യായവും പറയും. ആ ന്യായം ശരിയാണെന്ന് നാട്ടിലേക്ക് തോന്നുകയും ചെയ്യും. അത് അക്കോലത്ത് പറയാൻ കഴിയും. തൗബാന്റെ വാതിലടഞ്ഞാലും തെവീലിൻ്റെ വാതിലടയില്ല. തെവീൽ ഇങ്ങനെ ചെയ്യും. അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. നമ്മളത് സത്യം നമ്മൾ മനസ്സിലാക്കും. നമ്മൾ കണ്ടോളി. സുന്നികൾ പെണ്ണുങ്ങളെ മയക്കൊണ്ടുപോകും. സുന്നി പള്ളിയിൽ കമ്മിറ്റിയിൽ പെണ്ണുങ്ങളെ കയറ്റും. ഇതൊക്കെ നടക്കും. അതിനൊന്നും വലിയ കാലമില്ല. അതൊക്കെ ഇനി മഹദിമാം വന്നിട്ടാണ് നിങ്ങൾ വിചാരിക്കണ്ട. അതൊക്കെ ഇന്ന് നാളെ ഇതെല്ലാം പോവും. എല്ലാം പോവും. കവശീൽ സൗബി, വസ്ത്രത്തിൻ്റെ കളർ ഇളകിത്തീരും പോലെ ഇസ്ലാം തീർന്നു പോകും എന്ന് മുഹമ്മദ് മുസ്തഫ. കവശീൽ സൗബ്, വസ്ത്രത്തിൻ്റെ കളർ ഇളകിത്തീരും. കുങ്കുമം കൊണ്ടും പോലെയുള്ള സാധനങ്ങൾ കൊണ്ടും ചായം തേക്കലായിരുന്നു പഴയകാലത്ത് വസ്ത്രങ്ങളുടെ കളർ. അത് ഒരു കൊണ്ടുവരുമ്പോഴേ ചായ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താവും? അങ്ങനെ ഇളകിപ്പോവും. പെട്രോളിയം വന്നതിന് ശേഷം മാത്രമാണ് ഈ ചായ, ഈ കളർ നിന്ന്. മുമ്പില്ല. മുമ്പ് കളർ കുപ്പായം വാങ്ങിയിട്ട് 2 ആഴ്ച 4 ആഴ്ച പോകുമ്പോൾ ഇതിന് കളർ വാങ്ങി. എനിക്കോർമ്മയുണ്ട്, എൻ്റെ കുപ്പായം പോയിട്ടുണ്ട്. കളർ എൻ്റെ കുപ്പായം ഞാനിട്ട കുപ്പായത്തിൻ്റെ കളർ വായത് എനിക്കോർമ്മയുണ്ട്. നല്ല 1-ാം നമ്പർ ബിസ്ക്കറ്റ് കളറിലെ കുപ്പായം ബാപ്പ ഇടക്കരുന്ന് വാങ്ങി തന്നു. പിന്നെ എന്ത് ചെയ്തു? അത് ഇട്ട് പോയി. 2 ആഴ്ച നോക്കുമ്പോൾ കഴിഞ്ഞ് 2 തിരുമ്പൽ വരുമ്പോൾ ആ സാധനം തന്നെയല്ല. പിന്നെ മാനങ്കടലായി. അത് സ്കൂൾ കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ ഈമാൻ തിരിഞ്ഞു പോകും. പിന്നെ ദീനെന്ന് പറഞ്ഞ ഒരു നാട്ടിലുണ്ടാവില്ല. അതിൻ്റെ ഒരു പറഞ്ഞല്ലോ. ഒരു കവിതയിലുണ്ട്, ലജ്ജയില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നതിൽ മായനല്ല. ലജ്ജയില്ലെങ്കിൽ ജീവിക്കരുത്. ഒരു നാട്ടിൽ ലജ്ജയില്ലാതെ പിന്നെ ജീവിക്കരുത്. ആ നാട്ടിൽ ലജ്ജയില്ലാതെയായി ഇനി എന്ത് നടക്കും? നമ്മൾ ഈ ലാഹിരി കാര്യങ്ങളൊക്കെ നടക്കും, ബാത്തിനെ നമ്മൾ നിഷേധിക്കുകയും ചെയ്യും. പിന്നെ കാര്യങ്ങൾ അറിയുന്നവർ നമ്മളിൽ നിന്ന് പുറകോട്ട് പോകും. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുണ്ട്, അവർ മുന്നോട്ട് വരില്ല. എന്തുകൊണ്ട് അവരെ നിഷേധിക്കും? പിന്നെ അതൊരു റഹ്മത്താണ്. ഒരു വലിയ നിന്റെ മുന്നിൽ വന്നിട്ട് ആ വലിയനെ നിഷേധിച്ചിട്ട് ആ കുറ്റക്കേട് വാങ്ങുന്നതിനേക്കാൾ നല്ലത് വലിയ പുറകോട്ട് പോകലാണ്. അപ്പൊ ഔലിയാക്കൾ ഇന്ന് പുറകോട്ട് പോകുന്നത് റഹ്മത്തല്ലിൽ ഉമ്മത്തിനുള്ള റഹ്മത്താണത്. നിങ്ങളിന്റെ കൂടെ ഇല്ല. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലം വരെ ഔലിയാക്കൾ പ്രത്യക്ഷമായി നടന്നിട്ടുണ്ട്.
ഔലിയാക്കളെ മുന്നിൽ ക്യൂ നിന്ന സംഭവങ്ങൾ. ഇപ്പൊ നേരം വെളുത്താൽ നൂറുകണക്കിന് ആളുകൾ മൂപ്പന്റെ പേരിൽ ക്യൂ നിന്നിരുന്നില്ലേ? ആരെ കാണാന്? സിഎമ്മിനെ കാണാന്. നമ്മളെ കുട്ടിക്കാലത്തില്ലേ 93 വഫാത്ത്? 93 വഫാത്ത് അല്ലേ? 93 വഫാത്ത്. ആ വഫാത്ത് വരെ സിഎം വലിയുള്ളാടെ വഫാത്ത് വരെയും മൂപ്പന്റെ വീട്ടിലായാലും അപ്പുറത്തായാലും എന്തുണ്ട് ആളുകൾ കാത്തിക്കാണ് ഒരു വലിയനെ. എന്നാണ് പറഞ്ഞ മാതിരി നടക്കും. എനിക്ക് അറിയണം പോണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിൽ അനുഭവമുണ്ട്. രോഗം വേണ്ട, രോഗമില്ല. തല പൊളിയണ തലവേദന, എൻ്റെ മൂത്താപ്പാൻ്റെ മകളെ തലവേദന, ഇനി വേണ്ട. അപ്പം പറഞ്ഞു തല ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞാണ്. കീറിയുമ്പോൾ പൊളിക്കൊന്നും വേണ്ട, ഞാൻ തലവേദന ഉണ്ടായിരുന്നു. തലവേദന ഇന്നേരം ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പം എന്താണ് അത്? അങ്ങനത്തെ ഔലിയാക്കന്മാർക്ക് ഇവിടെ ഇനി പിൻഗാമികൾ ഉണ്ടാവുമല്ലോ, പക്ഷെ പുറത്തേക്ക് വരില്ല. لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله وهم العارفون بالله. ആരിഫ്യങ്ങളായ ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പക്ഷെ ഒരു രംഗത്ത് വരില്ല. കാരണം രംഗത്ത് വന്നാൽ ഇപ്പോൾ അന്ന് രംഗത്ത് വന്നത് റഹ്മത്താണ്, ഇന്ന് രംഗത്ത് വരാത്തതും റഹ്മത്താണ്. എന്തുകൊണ്ട്? ഇപ്പോൾ ഒരു വലിയ വന്നു, ആ വലിയനെ മുബ്തദി ഏതാ നിഷേധിക്കും, ആരും നിഷേധിക്കും. സുന്നി നിഷേധിച്ചപ്പോൾ എന്തിനാ കുരുത്തക്കേട് വെറുതെ വാങ്ങിക്കൊടുക്കണവന്? അപ്പം അതിന് നല്ലത് ഈ വലിയ പുറകോട്ട് വരല്ലേ? ഔലിയാക്കൾ പുറകോട്ട് പുറത്തില്ലല്ലോ. അപ്പോൾ ഔലിയ കച്ചവടം മാത്രമേ നടക്കുള്ളൂ, ഔലിയാക്കൾ കാണാനില്ല. ഔലിയ കച്ചവടം നടക്കുന്നുണ്ട്, വലിയനെ കാണാനില്ല. എന്തേ? അത് റഹ്മത്തുൽ ഉമ്മത്താണ്, ഉമ്മത്ത് റഹ്മത്താണ്. അപ്പം മനുഷ്യൻ്റെ ഗഫലത്ത്, മനുഷ്യന് ബോധം ഉണ്ടായ മാരിഫത്തുണ്ടായി. അപ്പം നമുക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത്? നമുക്ക് ഉണ്ടാക്കേണ്ടത് ബോധമാണ്. ചില ആയത്തുകളെ വ്യാഖ്യാനം കൂടി ഞാൻ നാളെ പറഞ്ഞുതരാം. സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ, ചില സിറുകൾ ഞാൻ നാളെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ചില ആയത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞുതരാം. വളരെ ചിന്തിക്കേണ്ട ആയത്തുകൾ, വളരെ ചിന്തിക്കേണ്ട ചില ആയത്തുകളുടെ വ്യാഖ്യാനം സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതും ലോകത്തെ ആരിഫ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ കൂടി നാളെ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجئين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبدك محمد فلا تردن أيدينا خائبين.